ഓക്കെ, ലോ ഓഫ് ഏജൻസി. ലോ ഓഫ് ഏജൻസിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഫാസ്റ്റായിട്ട് ഞങ്ങൾക്ക് ഒരു റിവിഷൻ ഡീറ്റെയിൽ എടുത്തുതരും. ഏജൻറ്റ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പ്. ഓക്കെ പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? ഒരു പ്രിൻസിപ്പൽ ഹീ ഈസ് എംപ്ലോയിങ് ആൻ അനദർ പേഴ്സൺ ടു റെപ്രസെൻറ്റ് ഓൺ ഹിസ് ബിഹാഫ്. ദാറ്റ് ഈസ് കോൾഡ് വാട്ട്? ഏജൻസി അല്ലേ? Okay. Now, a person employed to do any act for the other to represent another in the dealings with the third persons, and the person to whom such act is done is called the principal. Or who is so represented is called the principal. എനിക്ക് വേണ്ടി വേറൊരാൾ ആക്ട് ചെയ്യുമ്പോൾ ഞാൻ പ്രിൻസിപ്പളും ആക്ട് ചെയ്യുന്ന ആളാരാണ്? ഏജൻറ്റുമാണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഏജൻസി ക്രിയേറ്റ് ചെയ്യാം? കോൺട്രാക്ട് വിച്ച് ക്രിയേറ്റ്സ് എ റിലേഷൻഷിപ്പ് ഓഫ് എൻ ഏജൻറ്റ് ആൻഡ് എ പ്രിൻസിപ്പൽ ഇസ് കോൾഡ് ഏജൻസി. അത് എക്സ്പ്രസ് ആകാം, അത് ഇംപ്ലൈഡ് ആകാം. ഓക്കെ, ഇംപ്ലൈഡ് എഗ്രിമെൻറ്റും ആകാം. റൂൾസ് ഓഫ് ഏജൻസി എന്തൊക്കെയാണ്? വാട്ട് എവർ എ പേഴ്സൺ ക്യാൻ ഡു പേഴ്സണലി ഹി ക്യാൻ ഡു ഓൺലി ത്രൂ ആൻ ഏജൻറ്റ്. ഓക്കെ, പേഴ്സണലി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുവാണെങ്കിലും അത് ഏജൻറ്റിനെ കൊണ്ട് ചെയ്യാം. പക്ഷേ ദർ ആർ സം എക്സെപ്ഷൻസ്. ഒരു മാരേജ് ഒരു ഏജൻറ്റിനെ വെച്ച് നടത്താൻ പറ്റുമോ? ഇല്ല. അതുപോലെ ഒരു ടീച്ചർ, എനിക്ക് വേണമെങ്കിൽ വേറൊരു ടീച്ചറിനെ ഏർപ്പാടാക്കാം, എന്നാലും എൻ്റെ സ്കിൽസ് അല്ലെങ്കിൽ എൻ്റെ ആവശ്യകതയുള്ളത് ഒരു ഓഫീസിലെ ഒരു പ്രിൻസിപ്പളിന് അവിടുത്തെ പ്യൂണിനെ പിടിച്ചാൽ ഞാൻ ഇന്ന് വരുന്നില്ല, ഇന്ന് നീ അങ്ങോട്ട് ഇരുന്നോ എന്ന് പറഞ്ഞ് കയറ്റി ഇരുത്താൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലും എന്താണ് പറയുന്നത്, ഒരു ഏജൻറ്റ് എന്ന് വെച്ചാൽ പേഴ്സണലി വാട്ട് എവർ ഐ ക്യാൻ ഡു ഇറ്റ് ത്രൂ ഏജൻറ്റ്, ബട്ട് ദ എക്സെപ്ഷൻസ് ഇങ്ങനത്തെ അല്ല. ഓക്കെ, now he who does an act through another does it by himself. This means that the acts of the agent are considered to be the acts of the principal. Okay, എന്തൊക്കെ കാര്യങ്ങൾ ഏജൻറ്റ് ചെയ്താലും that is considered as an act which is done through principal. ഓക്കെ, ഇനി എസെൻഷ്യൽസ് ഓഫ് ഏജൻസി. എന്തൊക്കെയാണ് എസെൻഷ്യൽസ് ഒരു ഏജൻസിക്ക് വേണ്ടി? നിങ്ങൾ നോക്കിയാൽ കാണാം, എഗ്രിമെൻറ്റ് വേണം. രണ്ടാമത്, പ്രിൻസിപ്പൽ കോമ്പിറ്റൻ്റ് ഇനഫ് ആയിരിക്കണം. അതായത് സൗണ്ട് മൈൻഡുള്ള വ്യക്തിയായിരിക്കണം, മജോറിറ്റി അറ്റൻഡ് ചെയ്ത ആളായിരിക്കണം. ഓക്കെ, ഏജൻറ്റ് നീ നോട്ട് ബി കോമ്പിറ്റൻ്റ്. ഇപ്പോൾ എൻ്റെ ഒരു മൈനർ ആയ മകനെ വേണമെങ്കിൽ എനിക്കൊരു കാര്യം ഏൽപ്പിക്കാം. നീ ഇവിടെ നിന്ന് വണ്ടി വാഴക്കൊല എടുക്കാൻ നാളെ ആൾ വരും, നീ നോക്കി എടുത്തോണം എന്ന് ഞാൻ പറഞ്ഞാൽ അത് ഏജൻറ്റ് ഒരു മൈനറും ആകാം. he need not be competent enough, but a principal should be competent enough. അപ്പോൾ എഗ്രിമെൻറ്റ് കാണണം, പ്രിൻസിപ്പൽ കോമ്പിറ്റൻ്റ് ഇനഫ് ആയിരിക്കണം, ഏജൻറ്റ് need not be competent, പിന്നെ no consideration is required to create an agency. ഓക്കെ, അപ്പോൾ ആ 4 എസെൻഷ്യൽസ് മനസ്സിലായല്ലോ. ഇനി ക്രിയേഷൻ ഓഫ് ഏജൻസി. ഏത് രീതിയിലാണ് ഏജൻസി ക്രിയേഷൻ നടക്കുന്നത്? ഞാൻ ഫാസ്റ്റായിട്ട് എടുക്കുവാണ്. ഏജൻസി ബൈ എക്സ്പ്രസ് എഗ്രിമെൻറ്റ്, ഏജൻസി ബൈ ഇംപ്ലൈഡ് എഗ്രിമെൻറ്റ്. ഇംപ്ലൈഡ് എഗ്രിമെൻറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എസ്റ്റോപ്പിലും കാര്യങ്ങൾ. എക്സ്പ്രസ് എഗ്രിമെൻറ്റ് എന്താണ്? ഒന്നീ റിട്ടൺ അല്ലെങ്കിൽ സ്പോക്കൺ രീതിയിൽ ഒരാളെ എക്സ്പ്രസ് എഗ്രിമെൻറ്റിൽ ഏജൻറ്റ് ആക്കുന്നു. ഇപ്പോൾ അപ്പോയിൻറ്റിങ് എ ലോയർ ഫോർ ദ കേസ് ഇസ് ആൻ എക്സ്പ്രസ് ഏജൻസി. ഓക്കെ, ഇനി ഇംപ്ലൈഡ് എഗ്രിമെൻ്റ് എന്തൊക്കെയാണ്? സർക്കംസ്റ്റാൻസസ് ഇങ്ങനെ കാണിക്കുക, ഇവൻ്റെ ഏജൻ്റാണ്. ചില സർക്കംസ്റ്റാൻസ്. അപ്പോൾ ഒന്നെന്ന് വെച്ചാൽ ഏജൻസി ബൈ estoppel. A person knowingly permits another person to act as his agent. He is bound to do all the acts. തിരിഞ്ഞു പോയോ? ഓക്കെ, നിങ്ങളത് ബുക്ക് എടുത്ത് നോക്കിയാണ്. തേർഡ് പേഴ്സൺസ് ഹു എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ടിയോട് പറയാണ്, ഫോർ എക്സാമ്പിൾ എ ടെൽസ് ടി within the hearing of P that A is P's agent and does not object to the statement. ഞാൻ പറയുക, ഞാനാണ് ഇന്ന ആടെ ഏജൻറ്റ് എന്ന് ഞാൻ പറയുമ്പോൾ ആ പുള്ളിയുടെ മുന്നിൽ നിന്ന് പറയുമ്പോഴും പുള്ളി ഒബ്ജക്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സ്വാഭാവികമായിട്ടും ഏജൻറ്റ് ആയിക്കഴിഞ്ഞു. ഓക്കെ, ഇനി ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ പ്രാവശ്യവും ഒരുത്തനെ വിട്ടാൽ സാധനം മേടിക്കുന്നത്, അവൻ മേടിച്ചുകൊണ്ട് കൊണ്ടുതരും, ഞാൻ പിന്നെ രൂപ കൊടുത്താൽ മതി. അപ്പം ഇറ്റ് ഈസ് ലൈക്ക് യൂഷ്വലി അവൻ തന്നെയാണ് വരാറുള്ള സിറ്റുവേഷൻസ്. അങ്ങനെ അവന് ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട് കൊടുക്കുന്നു. ഇനി ഏജൻസി ബൈ നെസസിറ്റി. ഓക്കെ, എനിക്കൊരു എക്സ്ട്രാ ഓർഡിനറി സർക്കംസ്റ്റാൻസസ് അല്ലെങ്കിൽ ഒരു എമർജൻസി സർക്കംസ്റ്റാൻസിൽ
ഞാനൊരു എക്സ്പ്രസ് അല്ലെ ഇംപ്ലൈഡ് അതോറിറ്റി കൊടുത്തു ടു ആക്ട് ഇൻ ഫേവർ ഓഫ് മീ. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ഏജൻസി ബൈ നെസസിറ്റി. അതായത് ഇതിനകത്ത് പറയുന്ന എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, ഒരു ഹോഴ്സിനെ ഞാൻ റെയിൽവേ കൂടെ കയറ്റി അയച്ചു. അതങ്ങ് തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ അത് മേടിക്കാൻ ആൾ വരാത്തപ്പം കുതിര അവിടെ വിശന്ന് നിൽക്കുകയല്ലേ. അപ്പോൾ റെയിൽവേ അതോറിറ്റീസ് അതിന് വേണ്ടിയ ഭക്ഷണങ്ങളെല്ലാം കൊടുത്തു. ഓക്കെ, അതാണ് ഓക്കെ, ഭക്ഷണമെല്ലാം കൊടുത്തു. കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്താണ്, എൻ്റെ ഒരു ഏജൻ്റായിട്ടാണ് അവരവിടെ ആക്ട് ചെയ്തത്. ഓക്കെ, ബിക്കോസ് ഓഫ് ആൻ എമർജൻസി സിറ്റുവേഷൻ. അപ്പോൾ അതാണ് ഏജൻസി ബൈ നെസസിറ്റി. നൗ ഏജൻസി ബൈ ഓപ്പറേഷൻ ഓഫ് ലോ, അതെന്താണെന്ന് വെച്ചാൽ ലൈക്ക് പ്രൊമോട്ടേഴ്സ് ആക്ട് ജസ്റ്റ് ലൈക്ക് ആൻ ഏജൻറ്റ്. ദേ ആർ നോട്ട് ഏജൻറ്റ്സ്, ബട്ട് ദേ ആക്ട് ജസ്റ്റ് ലൈക്ക് ആൻ ഏജൻറ്റ്. അവിടെ ഒരു പ്രിൻസിപ്പിൾ നിലവിലില്ല. സ്റ്റിൽ ബൈ ഓപ്പറേഷൻ ഓഫ് ലോ അവരൊരു അതിൻ്റെ ഓൺ ബിഹാഫ് ഓഫ് ദ കമ്പനി എന്നുള്ള രീതിയിലാണ് ആക്ട് ചെയ്യുന്നത്. അല്ലെ പാർട്ട്നേഴ്സ് ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം, അവരെല്ലാം ബൈ ഓപ്പറേഷൻ ഓഫ് ലോ കിട്ടുന്ന ഏജൻസികളാണ് അവർക്ക്. നൗ ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ, അതൊരു വലിയ കോൺസെപ്റ്റാണ്. ആ റാറ്റിഫിക്കേഷനകത്ത് തന്നെ പല പല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ, ലെറ്റ് സി എന്താണ് ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ. ഇപ്പം ഞാനൊരു കോൺട്രാക്റ്റിലേക്ക് ഒരാളെ ഒരു എഗ്രിമെൻറ്റിൽ ഒരാളുമായിട്ട് എത്തിച്ചേർന്നിട്ട് ഞാൻ പറയുക ഇന്ന ആടെ ഏജൻ്റാണ് ഞാൻ എന്ന് ഞാൻ പറയുക. ആ പുള്ളി ഇത് അറിയുന്ന പോലും ഇല്ലായിരിക്കാം. ബട്ട് ലേറ്റർ ഓൺ വെൻ ഹി കംസ് ടു നോ അബൌട്ട് ഇറ്റ്, ഹീ ഹാസ് എ ചോയ്സ് either to take up this agreement. അപ്പോൾ ഞാൻ അറിയാതെ നിങ്ങളിലൊരാൾ, ഇപ്പം ആരാണ്, സുമി എന്ന് വെച്ചോ, ഞാനറിയാതെ സുമി ആണെങ്കിൽ പോയി ഒരു എഗ്രിമെൻറ്റിൽ എൻട്രി ചെയ്തിട്ട് പറയുന്നു, ദേ ഞാൻ ലവിക്ക് വേണ്ടി വന്നതാ എന്നും പറഞ്ഞ് അങ്ങ് എൻട്രി ചെയ്യുന്നു. ഞാനിതൊന്നും അറിയുന്നില്ല. എല്ലാം കഴിഞ്ഞൊരു ടൈം ആകുമ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ പേരിൽ അവിടെ ഒരു കോൺട്രാക്റ്റ് എൻട്രി ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പം എന്താണ് എൻ്റെ സ്വാഭാവികമായിട്ടും എൻ്റെ ആവശ്യം എന്താണ്, വാട്ട് ഐ വിൽ ഡു, എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എനിക്ക് ചോദിക്കുകയും ചെയ്യാം. എനിക്കാണെങ്കിൽ രണ്ട് ചോയ്സാണുള്ളത്. ഒന്നെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ എനിക്ക് അവിടെ വെച്ച് റാറ്റിഫൈ ചെയ്യാം. ലൈക്ക് ഞാൻ റാറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഏതവസ്ഥയിലെത്തും, സിൻസ് ദ ബിഗിനിങ് ഞാൻ പ്രിൻസിപ്പളായിട്ടാണ് മാറുന്നത്. ഓക്കെ, ഏതൊക്കെ രീതിയിലുള്ള റാറ്റിഫിക്കേഷൻസ് ഉണ്ട്. ഏജൻറ്റ് മസ്റ്റ് പർപ്പോർട്ട് ടു ആക്ട് ഫോർ എ ഡെഫിനിറ്റ് പ്രിൻസിപ്പിൾ. അതായത് ഒരു പ്രത്യേകമായ ഒരു വ്യക്തിക്ക് വേണ്ടി വേണം ഏജൻറ്റ് ആക്ട് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ പോയി പറയുക എനിക്ക് വേണ്ടി ഓതറൈസ് കെ ടു ബൈ സം വീറ്റ് ഫോർ എ സർട്ടൺ പ്രൈസ്. ഇതിനകത്തെ എക്സാമ്പിളാണ് purchase wheat from D on a higher price than he was authorized. Actually, I asked him to buy some wheat and he bought 10 kgs on the veg. I asked him to buy 5 kgs. He bought 10 kgs. Okay. Later on, I ratified the contract. Okay, ശരി 10 എങ്കിൽ 10. പിന്നെ ഞാൻ ആലോചിച്ചു, ഞാൻ എന്തിനായി 10 കൊടുക്കുന്നത്, 5-നല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് താല്പര്യമില്ല, എനിക്ക് 5-നാണ് ഞാൻ പറഞ്ഞത്, ഇത് ഞാൻ പറഞ്ഞ് ഇതല്ല എന്ന് പറയുകയാണെന്ന് വെച്ചു. ഓക്കെ, ആക്ച്വലി എൻ്റെ ഏജൻ്റ് എന്ന് പറയുന്ന വ്യക്തി അവൻ്റെ പേരിൽ തന്നെ മേടിച്ചത് ആയതുകൊണ്ട് the contract could not be ratified because A did not purport to act as an actor, purport to act as an agent for me. ഓക്കെ, മനസ്സിലായല്ലോ. എനിക്ക് വേണ്ടി ആക്ട് ചെയ്തതായിട്ട് അവിടെ കാണിച്ചില്ല. അവൻ ആദ്യം മുതൽ അവന് വേണ്ടി 10 കിലോ എന്നും പറഞ്ഞ രീതിയിലാണ് പോയി മേടിച്ചത്. നൗ പ്രിൻസിപ്പിൾ മസ്റ്റ് ബി ഇൻ എക്സിസ്റ്റൻസ് അറ്റ് ദ ടൈം ഓഫ് ദ കോൺട്രാക്ട്. വലിയ ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഏജൻ്റാന്ന് പറയുവാണെങ്കിൽ അതേ സമയത്ത് പ്രിൻസിപ്പിൾ അവിടെ എക്സിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. ഇതല്ലെങ്കിൽ പിന്നെ ബൈ പ്രോസസ് ഓഫ് റാറ്റിഫിക്കേഷൻ വല്ലതും വന്ന് പ്രിൻസിപ്പിൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് വരുമ്പോൾ ഓക്കെ എന്നാൽ ശരി എനിക്ക് വേണ്ടി ഞാൻ ഓക്കെ പറയുന്നു എന്ന് പറഞ്ഞാൽ തുടക്കം പോലെ പ്രിൻസിപ്പിൾ ഉണ്ടെന്നേ വരത്തുള്ളൂ. നൗ പ്രിൻസിപ്പിൾ മസ്റ്റ് ഹാവ് എ കോൺട്രാക്ച്വൽ കപ്പാസിറ്റി ബോത്ത് അറ്റ് ദ ടൈം ഓഫ് ദ കോൺട്രാക്ട് ആൻഡ് അറ്റ് ദ ടൈം ഓഫ് ദ റാറ്റിഫിക്കേഷൻ. ഓക്കെ, അടുത്തത് കോൺട്രാക്ച്വൽ കപ്പാസിറ്റിയിലായിരിക്കണം ടൈം ഓഫ് കോൺട്രാക്റ്റിലും ടൈം ഓഫ് റാറ്റിഫിക്കേഷനിലും. ഓക്കെ, നൗ റാറ്റിഫിക്കേഷൻ മസ്റ്റ് ബി വിത്ത് ഫുൾ നോളജ് ഓഫ് ഫാക്ട്സ്. അതിൻ്റെ കുറച്ച് കഥകൾ മൊത്തം അറിഞ്ഞിരിക്കണം, എന്നിട്ട് റാറ്റിഫൈ ചെയ്യാവും. ഓക്കെ, ഞാൻ തന്നെ പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞ് പിന്നെ ഈ കോൺട്രാക്റ്റിനെ കുറിച്ച് അറിയുമ്പോൾ ശരി വെക്കുമ്പോൾ അതിൻ്റെ കഥകളെല്ലാം അറിഞ്ഞിരിക്കണം. പിന്നെ റാറ്റിഫിക്കേഷൻ മസ്റ്റ് ബി മെയ്ഡ് either within a fixed time or for the purpose or within a reasonable time. അതായത് റീസണബിൾ ടൈമിൽ റാറ്റിഫൈ ചെയ്യണം. ഇപ്പോൾ ഒരു വാഴക്കൊലയ്ക്ക് വേണ്ടി പറയുവാണ്, വാഴക്കൊലയെല്ലാം അളിഞ്ഞ്
ചീത്തയായി ലാസ്റ്റ് വരെ എത്തുമ്പോഴാണ് പ്രിൻസിപ്പൾ റാറ്റിഫൈ ചെയ്യുന്നത്, ശരി ഇതെല്ലാം മേടിച്ച് എനിക്ക് വേണ്ടിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സോ ഇറ്റ് മസ്റ്റ് ബി വിത്തിൻ എ റീസണബിൾ ടൈം റാറ്റിഫിക്കേഷൻ നേടണം. നൗ റാറ്റിഫിക്കേഷൻ മസ്റ്റ് നോട്ട് ബി സബ്ജക്റ്റഡ് ടു എ തേർഡ് പാർട്ടി ഫോർ ഡാമേജസ്. ഓക്കെ, ഈ റാറ്റിഫൈ ചെയ്തിട്ട് പി കനോട്ട് റാറ്റിഫൈ ഇറ്റ്സ് ആക്ട് of A so as to make T liable for the damages for his refusal to deliver. He refused to deliver എന്നും പറഞ്ഞ് പിന്നെ പി വന്ന് റാറ്റിഫൈ ചെയ്ത് പ്രിൻസിപ്പളായിട്ട് ഇതെനിക്ക് തന്നില്ല എന്നും പറഞ്ഞ് കേസ് കൊടുക്കുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല. ഇതെല്ലാം തിരിഞ്ഞാണോ ഇരിക്കുന്നത്? നോ, ആക്ട് ടു ബി റാറ്റിഫൈഡ് മസ്റ്റ് ബി എ ലോഫുൾ വൺ. ഒരു ലോഫുൾ വൺ ആയിരിക്കണം, ഇല്ലീഗൽ ആക്ടിന് വേണ്ടി റാറ്റിഫൈ ചെയ്യാൻ പോകരുത്. ആക്ട് ടു ബി റാറ്റിഫൈഡ് മസ്റ്റ് ബി വിത്തിൻ ദ പ്രിൻസിപ്പിൾസ് അതോറിറ്റി. പ്രിൻസിപ്പിളിൻ്റെ അൾട്രാ വൈറസ് കോൺട്രാക്റ്റ് പോയി കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ കാര്യങ്ങളിൽ നിന്നും അൾട്രാ വൈറസ് ആയിട്ടാണ് പെരുമാറുന്നതെങ്കിൽ അത് പോയി കമ്പനി റാറ്റിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. നോ, റാറ്റിഫിക്കേഷൻ റിലേറ്റ്സ് ബാക്ക് ടു ദ ഡേറ്റ് ഓഫ് ദ ആക്ട് ഓഫ് ദ ഏജൻറ്റ്. ലൈക്ക് ഞാനൊന്നും അറിയാതാണ് എൻ്റെ പേരിൽ അവൻ പോയി ആ കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്തത്, ഓക്കെ, എഗ്രിമെൻ്റൊക്കെ ഓക്കെ പറഞ്ഞു. പിന്നെ ഞാൻ അറിയുമ്പോൾ ഐ റാറ്റിഫൈഡ്, ഓക്കെ എനിക്ക് വേണ്ടിയാണ് എന്ന് ഞാനങ്ങ് പറയുവാണെങ്കിൽ ഫ്രം ദാറ്റ് ഡേ എന്ന് അവർ സൈൻ ചെയ്ത് അന്ന് മുതലേ ഞാൻ പ്രിൻസിപ്പളായിട്ട് നിപ്പുണ്ട് എന്നാണ് അറിയുന്നത്. നൗ റാറ്റിഫിക്കേഷൻ ഷുഡ് ബി ഫോർ ദ ഹോൾ ട്രാൻസാക്ഷൻ. ദ കോൺട്രാക്ട് ഷുഡ് ബി അക്സെപ്റ്റഡ് ഇൻ ഇറ്റ്സ് എൻറ്റയറിറ്റി ഓർ ഇറ്റ് ഷുഡ് ബി റിജക്റ്റഡ് കംപ്ലീറ്റ്ലി. ഒന്നെങ്കിൽ ഒരു ഭാഗം മാത്രം ഞാൻ റാറ്റിഫൈ ചെയ്ത് ഞാൻ അതിനകത്തുണ്ട്, ബാക്കി കാര്യങ്ങൾക്ക് ഞാനില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ 1000 ആടിനെ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു, അവൻ 1000 ആടും 1000 ഒട്ടകത്തിനെയും കൂടെ കൊണ്ടുവന്നിരിക്കട്ടെ, എനിക്ക് വേണമെങ്കിൽ 1000 ആടിനെ മാത്രമേ ഞാൻ റാറ്റിഫൈ ചെയ്യത്തുള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ല. ഹോൾ ട്രാൻസാക്ഷൻ റിജക്റ്റ് ചെയ്യാനേ സാധിക്കത്തുള്ളൂ. മനസ്സിലായല്ലോ? ക്ലാസിഫിക്കേഷൻ ഓഫ് ഏജൻറ്റ്സ്. സ്പെഷ്യൽ ഏജൻ്റ് ഉണ്ട്, ഫോർ എ പർട്ടിക്കുലർ ആക്ട് മാത്രം പെരുമാറുന്ന ഏജൻ്റാണ്, ആക്ട് ചെയ്യുന്ന ഏജൻ്റാണ് സ്പെഷ്യൽ ഏജൻറ്റ്. ജനറൽ ഏജൻറ്റ് മാനേജർ ഓഫ് എ ഫേം അല്ലെങ്കിൽ എന്താ പ്രിൻസിപ്പൽ, he has an implied authority to bind by his principal for doing anything necessary for the carrying on the business. അതാണ് ജനറൽ ഏജൻറ്റ്. അപ്പോൾ പർട്ടിക്കുലർ ട്രേഡ്, ബിസിനസ്, എംപ്ലോയ്മെൻറ്റിന് വേണ്ടി അപ്പോയിൻ്റ് ചെയ്ത ഏജൻറ്റ്. നൗ യൂണിവേഴ്സൽ ഏജൻറ്റ് എന്ന് പറയുമ്പോൾ അൺലിമിറ്റഡ് ആണ് അതിൻ്റെ അതോറിറ്റി. ഏതൊക്കെ രീതിയിലാണ്? അതിന് കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഇതും ഓക്കെ, കൊമേഴ്ഷ്യൽ ആൻഡ് മെർക്കൻറ്റൈൽ ഏജൻറ്റ്സ്. കൊമേഴ്ഷ്യൽ ആൻഡ് മെർക്കൻറ്റൈൽ ഏജൻറ്റ്സ് എന്ന് വെച്ചാൽ അവർ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിനകത്താണ് അവരെക്കുറിച്ച് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അവരുടെ പർപ്പസ് എന്താണ്? ഫോർ ദ പർപ്പസ് ഓഫ് സെയിൽ അവരെക്കുറിച്ച് ഏജൻറ്റ് എന്ന നിലയ്ക്ക് അവർ കുറച്ച് അതോറിറ്റി കൊടുത്തിട്ടുണ്ട്, ഗുഡ്സ് സെല് ചെയ്യാനോ കൺസൈൻ ചെയ്യാനോ ആയിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് അവർ അതിൽ നിന്നും ചിലപ്പം ആ ഗുഡ്സ് വെച്ചിട്ട് ദേ റേസ് മണി ഓൺ ദ സെക്യൂരിറ്റി ഓഫ് ഗുഡ്സ് ഓൾസോ. ഇങ്ങനത്തെ എല്ലാ ജോലികളും ചെയ്യുന്ന, ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളാണ് മെർക്കൻറ്റൈൽ ഏജൻറ്റ്സ്. ഇനി മെർക്കൻറ്റൈൽ ഏജൻസിനകത്ത് പല ടൈപ്പ് ഓഫ് ഏജൻറ്റ്സ് കൂടെ അതിൻ്റെ അടിയിൽ വരും. ഫാക്ടർ എന്ന് പറയുന്നത് പുള്ളിക്ക് ജനറൽ ലീനാണുള്ളത്, അതായത് ഗുഡ്സിൻ്റെ പൊസഷൻ കിട്ടും. അപ്പോൾ ഫാക്ടറിന് കൊടുക്കാനുള്ള രൂപ കൊടുത്തില്ലെങ്കിൽ ജനറൽ ലീൻ എന്ന് വെച്ചാൽ തന്നെ ആ ഗുഡ്സ് പിടിച്ചു വെക്കാനുള്ള അധികാരമുള്ള വ്യക്തിയാണ് ഫാക്ടർ. ഓക്കെ, അതായത് ജനറൽ ബാലൻസ് ഓഫ് അക്കൗണ്ട് ബിറ്റ്വീൻ ഹിം ആൻഡ് ദ പ്രിൻസിപ്പൾ എല്ലാം ചെയ്യുന്ന വ്യക്തിയാണ് ഫാക്ടർ എന്ന മെർക്കൻറ്റൈൽ ഏജൻറ്റ്. നൗ ഓപ്ഷണർ ഈസ് അനദർ പേഴ്സൺ വേർ ഹീ ഈസ് ആൻ ഏജൻറ്റ്, ഹീ ഈസ് അപ്പോയിൻറ്റഡ് ടു സെൽ ദ ഗുഡ്സ് അറ്റ് ആൻ ഓപ്ഷൻ ഇൻ എ പബ്ലിക് ഓപ്ഷൻ, അല്ലേ, ഫോർ എ റിവാർഡ്. അല്ലെങ്കിൽ ഒരു കമ്മീഷൻ അപ്പോൾ ഓപ്ഷണറിന് കൊടുക്കും. ആൻഡ് ദ പ്രൈസ് ഓഫ് ദ ഹീ ക്യാൻ റിസീവ് ദ പ്രൈസ് ഓഫ് ദ ഗുഡ്സ്. പുള്ളിക്ക് ഉള്ളത് ഒരു പർട്ടിക്കുലർ ലീനാണ്. ഓക്കെ, ദെൻ ഏജൻറ്റ് ഓഫ് ദ ബയറാണ്. ഞാൻ ബ്രോക്കർ ആക്ച്വലി അവർക്ക് റൈറ്റ് ഓഫ് ലീൻ ഇല്ല, ബിക്കോസ് അവർ ഒരു സെല്ലറിനെയും ബയറിനെയും ഒന്നിച്ച് കൊണ്ടുവന്നിട്ട് ഒരു ബിസിനസ് അവരവിടെ വെച്ച് എഗ്രിമെൻറ്റിൽ ഒപ്പിടിക്കുന്നു, ഒരു സെയിൽ നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഹീ ഈസ് എ മെർക്കൻറ്റൈൽ ഏജൻറ്റ്. അറ്റ് ദ സെയിം ടൈം പുള്ളിക്കൊരു കമ്മീഷനും കിട്ടും, ബ്രോക്കറേജും കിട്ടും. Commission agent means he gets a commission. Okay, he sells some goods. Okay, sells some goods for the principal for a consideration. These are called commission agent. In interlocutory agents എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ കമ്മീഷൻ കിട്ടുന്ന ഒരു തരത്തിലുള്ള ഏജൻ്റാണ്. ഈ ഏജൻ്റാണ് ഗ്യാരണ്ടി ചെയ്യും, ഞാനിത് വിൽപ്പിച്ച് തരാം എന്നും പറഞ്ഞ് ഒരു പർച്ചേസിനെ കൊണ്ടുവരുന്നു. ഓക്കെ, now let's see the banker. Banker means a relationship between the banker and the customer. നമുക്കറിയാമല്ലോ, is usually of a debtor and a creditor, അല്ലേ.
The banker can also assume a role of an agent when he buys and sells securities or like collects a check by various charges like telephone, electricity bill അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഒരു ബാങ്കർ ഒരു എന്താ ഏജൻ്റായിട്ട് മാറും. ഇനി നോൺ മെർക്കൻറ്റൈൽ ഏജൻസ് ഉണ്ട്, അതാണ് നമ്മൾ, ഞാനെന്ന അറ്റോർണി, അങ്ങനെയുള്ളവർ സോളിസിറ്റേഴ്സ്. അതായത് നമുക്ക് എന്താണ് കേസ് നമ്മളെ ഏൽപ്പിക്കുന്നു, വക്കാലത്ത് ഏൽപ്പിക്കുന്നു, നമ്മൾ ആരായും നോൺ മെർക്കൻറ്റൈൽ ഏജൻസ് ആണ്. ഓക്കെ, ദെൻ ക്ലിയറിംഗ് ആൻഡ് ഫോർവേഡിങ് ഏജൻസ്, ഇവരെല്ലാം നമ്മുടെ ഈ നോൺ മെർക്കൻറ്റൈൽ ഏജൻസി പെടും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആ ടൈപ്പ് ഓഫ് ഏജൻസും കഴിഞ്ഞു. ദ സ്കോപ്പ് ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ഏജൻസ് അതോറിറ്റി, എന്തൊക്കെ രീതിയിലാണ് അതോറിറ്റി എക്സ്റ്റെൻഡ് ചെയ്യുന്നത്? ആക്ച്വൽ ഓർ റിയൽ അതോറിറ്റി, അതാണ് ആദ്യം പറയുന്നത്. അത് എക്സ്പ്രസ്സോ ഇംപ്ലോയിഡോ ആയിട്ട് ആ അതോറിറ്റി കിട്ടുന്നതായിരിക്കാം. ഫോർ എക്സാമ്പിൾ, an authority is said to be implied when it has been inferred from the circumstances of the case of things spoken or written, ordinary course of dealing. Okay. ഞാനൊരു കട നടത്തുന്നു, ഞാനൊരു കടയിട്ടു. എവിടെയാണ് ഇട്ടിരിക്കുന്നത്? കാസർഗോഡ്. ഇടയ്ക്കിടയ്ക്കൊക്കെ ചെന്ന് ഞാൻ കാസർഗോഡ് നോക്കും. അപ്പോൾ ഞാൻ അവിടെ ഒരു എംപ്ലോയിയെ അവിടെ നിയമിച്ച് വെച്ചിട്ടുണ്ട്. ആ എംപ്ലോയി അവിടെ ഇരുന്ന് എൻ്റെ കടയെല്ലാം നോക്കി നടത്തുന്നു എന്ന് വിചാരിക്കുക. അവന് എൻ്റെ പേരിൽ, എൻ്റെ ഫണ്ടിൽ നിന്നും എൻ്റെ രൂപ എടുത്ത് സാധനങ്ങൾ പർച്ചേസ് ചെയ്തും തീരുന്ന സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് വെക്കുകയും ചെയ്യുന്നു. ഹീ ഈസ് ആക്ച്വലി ഹീ ഈസ് ഗിവൺ ആക്ച്വൽ അല്ലെങ്കിൽ റിയൽ അതോറിറ്റി ഞാൻ കൊടുത്തിരിക്കുക. ബിക്കോസ് എൻ്റെ പ്രസൻസ് എപ്പോഴും അവിടെ ഇല്ലല്ലോ. നൗ ഒസ്റ്റൻസിബിൾ ഓർ അപ്പാരൻ്റ് അതോറിറ്റി, അതാണ് അടുത്തത്. It is an authority, the agent which appears to others. When a person is appointed as an agent for a particular business, persons dealing with him presume that he has an authority to do all such acts as is necessary or incidental to such business. If an act of an agent is excess his actual authority, but within the scope of ostensible authority, the principal will be bound by the act of the agent. അപ്പോൾ ഞാനൊരു അതോറിറ്റി ഒരു ഏജൻറ്റിന് കൊടുത്തിരിക്കുന്നു, എൻ്റെ പേഴ്സണെ അപ്പോയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുക ഒരു പർട്ടിക്കുലർ ബിസിനസ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാം ഞാൻ അപ്പോയിൻറ്റ് ചെയ്ത ഒരു ഏജൻ്റാണ് ആ നിൽക്കുന്നത്. സച്ച് ആൻ ഏജൻറ്റ് ഇസ് കോൾഡ് ഒസ്റ്റൻസിബിൾ അല്ലെങ്കിൽ അപ്പാരൻ്റ് അതോറിറ്റി കൊടുത്തിരിക്കുന്ന ഏജൻ്റാണ്. അതൊരു പർട്ടിക്കുലർ ബിസിനസ്സിന് വേണ്ടി മാത്രമായിരിക്കും ആ ഏജൻറ്റ്. ഔട്ട്സൈഡ് ദ സ്കോപ്പ് പോയാൽ തന്നെയും അത് വിത്തിൻ ഹിസ് അതോറിറ്റി ആണെങ്കിൽ, ആ പർട്ടിക്കുലർ ബിസിനസ്സിൽ തന്നെയാണ് ആ അതോറിറ്റി കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹി ഈസ് ഗിവൺ ഓസ്റ്റൻസിബിൾ അല്ലെങ്കിൽ ഓസ്റ്റൻസിബിൾ അതോറിറ്റി കൊടുത്തെന്ന് പറയത്തുള്ളൂ. ഓക്കെ. Now agency in case of emergency എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റിംഗ് ദ പ്രിൻസിപ്പിൾ ഫ്രം ദ ലോസ്. ഓക്കെ, പർപ്പസ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് ദ പ്രിൻസിപ്പിൾ ഫ്രം ലോസ്. അങ്ങനത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുതിരയെ നോക്കുന്നു എന്നുള്ളത്, ദോസ് ആർ ഏജൻസി ഇൻ കേസ് ഓഫ് എൻ എമർജൻസി. അപ്പം പറയേണ്ടതെല്ലാം നമ്മൾ ഏജൻറ്റിൻ്റെ പല അതോറിറ്റീസ് പറഞ്ഞു കഴിഞ്ഞു. ഇനിയും പ്രിൻസിപ്പിളിൻ്റെ ലയബിലിറ്റി ഏതൊക്കെ രീതിയിലാണ്? പ്രിൻസിപ്പിൾസ് ലയബിലിറ്റി ഫോർ ദ ആക്ട്സ് ഡൺ ബൈ ദ ഏജൻറ്റ്. ചില കാര്യങ്ങളിൽ പ്രിൻസിപ്പിൾ ആരാന്നുള്ള പേര് പറയും, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും പറയും. ലവിക്ക് വേണ്ടിയാണ്, ലവി ഇന്നാരാണ്, ഇന്ന വീടാണ് എന്നെല്ലാം പറയുന്നു, നെയിംഡ് പ്രിൻസിപ്പിൾ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട് പക്ഷേ ലവിയാണ് എന്ന് പറയുന്നില്ല, ദാറ്റ് ഈസ് കോൾഡ് അൺനെയിംഡ് പ്രിൻസിപ്പിൾ. മൂന്നാമത്തെ ഒരു കാര്യമാണ് പ്രിൻസിപ്പിൾ ഉണ്ടെന്നോ ലവി എന്നൊരു വ്യക്തി ഉണ്ടെന്നോ എൻ്റെ പുറകിൽ ലവി ആണെന്നോ യാതൊരു തരത്തിലും ഡിസ്ക്ലോഷർ കൊടുക്കാത്തതാണ് അൺഡിസ്ക്ലോസ്ഡ് പ്രിൻസിപ്പിൾ. ഓക്കെ. ഇനി ഓരോ രീതിയിലുള്ള ഒരു പ്രിൻസിപ്പിളിനെ നെയിം ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ആർ ദ ലയബിലിറ്റീസ് ദാറ്റ് വിൽ ഫോളോ ഓൺ ദ ഏജൻറ്റ് എന്നാണ് പറയുന്നത്. എൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്, ലവിക്ക് വേണ്ടിയാണ്, ഇന്ന ലവി, ഇന്ന അടുത്ത് കോഞ്ചരീസിലെ ലവി എന്നെല്ലാം പറഞ്ഞു കഴിയുമ്പോഴത്തേന് വ്യക്തിയെ വ്യക്തമായിട്ട് നമ്മൾ നെയിം ചെയ്യുന്നു. അങ്ങനെ ഒരു പൊസിഷൻ വന്നു കഴിഞ്ഞാൽ ഏജൻറ്റിൻ്റെ ലയബിലിറ്റീസ് എന്താണ്? നമ്പർ 1, he acts within the scope of his authority. When he acts within the scope of his authority, it is binding on the principal. When the agent exceeds its authority but within the scope of the authority ആണെങ്കിൽ still the principal is bound by the act. But if that act is separable from the other thing, when I said that ഇപ്പം ഞാൻ 1000 ഷീപ്പും 1000 ക്യാമലും 1000 ഷീപ്പ് മേടിക്കാൻ ഞാൻ പറഞ്ഞപ്പോൾ അവൻ പോയി 1000 ഷീപ്പും 1000 ക്യാമലും കൂടെ മേടിച്ചുകൊണ്ട് വന്നെന്നിരിക്കട്ടെ, എനിക്ക് വേണമെങ്കിൽ ഹോൾ ഓഫ് ദ ട്രാൻസാക്ഷൻ ഡിനൈ ചെയ്യാം. ബിക്കോസ് ഇറ്റ് ഇസ് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ 1000-നുള്ളത് മാത്രം ഞാൻ പേ ചെയ്യാം, ബാക്കി 1000 നീ പോയി എന്തെങ്കിലും ചെയ്യും എന്ന് എനിക്ക് പറയാം, ഇഫ് ഇറ്റ് ഇസ് സെപ്പറബിൾ. ഓക്കെ.
അല്ലെങ്കിൽ ഹോൾ ട്രാൻസാക്ഷൻസ് എനിക്ക് ഡിനൈ ചെയ്യാം. എൻ്റെ ട്രാൻസാക്ഷൻ ഒരുമിച്ചാണ് ഷീപ്പും ക്യാമലും കൂടി ഇങ്ങോട്ട് വരുന്നതെങ്കിൽ ഐ ക്യാൻ ഡിനൈ ഇറ്റ്. ഓക്കെ. Now, principal bound by the notice given to the agent. അപ്പോൾ നോട്ടീസ് ഞാൻ കൊടുക്കുക, പ്രിൻസിപ്പൽ ഇസ് ബൗണ്ട് ബൈ ദ നോട്ടീസ് വിച്ച് ഇസ് ഗിവൺ, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഒബ്റ്റെയിൻ ബൈ ദ ഏജൻറ്റ്. ഓക്കെ, ഈ ബൗണ്ട് ബൈ ദ അഡ്മിഷൻസ് ഓഫ് വിച്ച് ഇസ് മെയ്ഡ് ബൈ ദ ഏജൻറ്റ്. പിന്നെ പ്രിൻസിപ്പൽ ഇസ് ബൗണ്ട് ബൈ എസ്റ്റോപ്പൽ, ഇൻഡ്യൂസ്ഡ് ബിലീവ്, അതായത് ദി അതർ പാർട്ടി ഈസ് ബിലീവിങ് ദാറ്റ് ഹീ ഈസ് ദ ഏജൻറ്റ്, ലവിയുടെ മകനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അപ്പം ആ മകൻ തന്നെയാണ് ഏജൻറ്റ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുമ്പോൾ അതാണ് പ്രിൻസിപ്പൽ ഈസ് ബൗണ്ട് ബൈ എസ്റ്റോപ്പൽ എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ ലയബിൾ ഫോർ മിസ്റെപ്രസെൻറ്റേഷൻ ഓഫ് ഫ്രോഡ് ബൈ ദ ഏജൻറ്റ്. ഇൻ കോഴ്സ് ഓഫ് ഹിസ് ബിസിനസ് എന്തെങ്കിലും ഒരു മിസ്റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഫ്രോഡിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ ഇസ് ബൗണ്ട് ബൈ ഇറ്റ്. ഈ പറഞ്ഞ 5 കാര്യങ്ങളിലും വെൻ ദ പ്രിൻസിപ്പൽ ഇസ് നെയിംഡ് അപ്പോഴാണ് അത് എന്താ പറയുന്നത്, ആ ലയബിലിറ്റി ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? വെൻ ദ ഏജൻറ്റ് ആക്ട്സ് വിത്തിൻ ദ സ്കോപ്പ്, എക്സീഡിങ് ദ അതോറിറ്റി ആണെങ്കിൽ അത് സെപ്പറബിൾ ആണെങ്കിൽ മാത്രം മാറ്റി വിടാം, ഇല്ലെങ്കിൽ അത് മൊത്തം പ്രിൻസിപ്പളിൻ്റെ തലയിൽ വരും. നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, ഇന്ന ആളാണ് എൻ്റെ ഏജൻറ്റ്, അല്ലെങ്കിൽ അപ്പോൾ എന്തൊക്കെ അഡ്മിഷൻ ഏജൻറ്റ് വെക്കുന്നു അതെല്ലാം പ്രിൻസിപ്പളിൻ്റെ മണ്ടയിൽ. ദെൻ പ്രിൻസിപ്പൽ ഇസ് ബൗണ്ട് ബൈ എസ്റ്റോപ്പൽ എന്ന് പറയുമ്പം അവർക്ക് ബിലീഫുണ്ട്, ഇന്ന ആളാണ് ഇന്ന ആരുടെ ഏജൻ്റ് എന്ന്. അവരെ ബൈ ദ കണ്ടക്ട് they have it has made them believe that he is an agent. Then principal is liable for misrepresentation or fraud of the agent. Now, agent acting for an unnamed principal. Okay, when an agent discloses the fact that he is an agent, പക്ഷേ ഞാനൊരു ഏജൻ്റാണ്, എനിക്കൊരു പ്രിൻസിപ്പൽ ഉണ്ട്, പക്ഷേ പ്രിൻസിപ്പളിൻ്റെ പേര് പറയത്തില്ല, ഐഡൻറ്റിറ്റി ഓഫ് ദ പ്രിൻസിപ്പൽ ഡിസ്ക്ലോസ് ചെയ്തില്ല. ഇങ്ങനെ വരുമ്പോൾ ദ ഏജൻറ്റ് വിൽ ബി പേഴ്സണലി ലയബിൾ ഫോർ ദ കോൺട്രാക്ട്. നൗ ഏജൻറ്റ് ആക്ടിങ് ഫോർ ആൻ അൺഡിസ്ക്ലോസ്ഡ് പ്രിൻസിപ്പൽ ആണെങ്കിൽ ദ സെയിം തിങ്, ഹീ വിൽ ബി പേഴ്സണലി ലയബിൾ ഫോർ ദ കോൺട്രാക്ട്. ഇനി പൊസിഷൻ ഓഫ് ദ പ്രിൻസിപ്പൽ എന്താണ്? സബ്സിക്വൻ്റ്ലി ഇറ്റ് ഈസ് ഡിസ്കവേർഡ് ഓർ ഇഫ് ഹി ഇൻ്റർവീൻസ് ആൻഡ് സേസ് ദാറ്റ് ഞാനാണ് പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഹി വിൽ ബി ലയബിൾ. ഒന്നെങ്കിൽ പ്രിൻസിപ്പൾ അല്ലെ ഏജൻറ്റ് അല്ലെ ബോത്ത്, 2 പേർക്കുമായിട്ട് വേണമെങ്കിൽ സ്യൂ ചെയ്യാം. ഏതാ? തേർഡ് പാർട്ടി. നോ, the position of the agent എങ്ങനെയാണ്? as between the principal and an agent, the agent has all the rights of an agent. Okay, all the rights of the agent as against the principal, but as regards the third party, he is personally liable on the conduct. He may sue and the third parties can also sue against him. Okay, position of third parties എങ്ങനെയാണ്? ഇനി third party has got a choice. അവർക്കൊരു ചോയ്സ് ഉണ്ട്, ഒന്നെങ്കിൽ പ്രിൻസിപ്പളിനെതിരെ അല്ലെ ഏജൻറ്റിനെതിരെ, 2 പേർക്കെതിരെ വേണമെങ്കിൽ കേസ് കൊടുക്കാം. ഓക്കെ, ഏതൊക്കെ? ഹി വുഡ് നോട്ട് ഹാവ് എൻറ്റേർഡ് ഇൻ ടു എ കോൺട്രാക്ട്. ഇപ്പോൾ പ്രിൻസിപ്പൾ ആരാ? ലവിക്ക് വേണ്ടിയാണോ എൻ്റെ പുരയിടം നീ മേടിക്കാനായിട്ട് വന്നത് എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഞാൻ ചത്തപ്പോലും ഓക്കെ ഞാൻ കൊടുക്കത്തില്ല, ഇത് അറിഞ്ഞിരുന്നേ ഞാൻ നിനക്ക് തരത്തില്ല എന്നുള്ള രീതിയിലാണെങ്കിൽ ഓക്കെ ഹി വുഡ് നോട്ട് ഹാവ് എൻറ്റേർഡ് ഇൻ ടു എന്ന് പ്രൂവ് ചെയ്യുവാണെങ്കിൽ ഈ കോൺട്രാക്റ്റ് എന്താ പറയുന്നത്, തേർഡ് പാർട്ടിക്ക് അങ്ങനെ ഒരു സ്യൂ ചെയ്യാനുള്ള പൊസിഷനുണ്ട്. Now, third party can claim the right of set off against the agent. When the principal requires a performance of contract, he can only obtain such performance as is subject to the rights and obligations subsisting between the agent and the other party. എന്തൊക്കെ റൈറ്റ്സ് ഉണ്ടോ between the agent and the other party, അതിന് മാത്രമേ he can claim a set off. Now, duties of an agent. What are the duties of an agent? Duty to work according to the directions of the principal. പിന്നെന്താ? അതൊന്നും ഞാൻ പറയണ്ടായിരുന്നു, നിങ്ങൾ വായിച്ചോളാം. To work with reasonable skill and diligence. പിന്നെന്താ? To render the accounts. Duty to communicate in case of any difficulty. എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ to seek instructions from him. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ he should communicate that. Duty not to deal with his own account. Okay, if the agent deals with the business of agency on his own account without the knowledge of the principal has got following options. എന്തൊക്കെയാണ്? മെറ്റീരിയൽ ഫാക്ട്സ് എല്ലാം ഡിസോണസ്റ്റ്ലി കൺസീൽ ചെയ്തു, അല്ലെങ്കിൽ ഇഫ് ദ ഡീലിങ്സ് വെ ഡിസഡ്വാൻറ്റേജസ്, എനിക്ക് അഡ്വാൻറ്റേജ് ഒന്നും ഉണ്ടായിട്ടില്ല ഈ ഡീലിങ്ങിൽ നിന്ന്, അങ്ങനെ ഉണ്ടെങ്കിൽ പ്രിൻസിപ്പളിനെ റെപ്യൂഡിയേറ്റ് ചെയ്യാൻ ട്രാൻസാക്ഷൻ, അല്ലെങ്കിൽ ഏജൻറ്റ് എന്തെങ്കിലും സീക്രട്ട് പ്രോഫിറ്റ് എടുത്തു, ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിലും ഈ പ്രിൻസിപ്പളിന് ബെനിഫിറ്റ് ക്ലെയിം ചെയ്യാം. പിന്നെ
ഡ്യൂട്ടി ടു പേ ദ മണി വിച്ച് ഇസ് റിസീവ്ഡ്. എന്തെങ്കിലും സംസ് റിസീവ് ചെയ്തിട്ടുണ്ട് ഏജൻ്റ് എങ്കിൽ ഹിയർ ഹാസ് ഡ്യൂട്ടി ബൗണ്ട്, അല്ലെങ്കിൽ റൈറ്റ് ടു പ്രിൻസിപ്പളിന് റൈറ്റ് ഉണ്ട് ആ റിന്യൂമറേഷൻ റിസീവ് ചെയ്യാൻ. ഡ്യൂട്ടി നോട്ട് ടു യൂസ് എ ഇൻഫർമേഷൻ ഒബ്റ്റെയിൻ അഗൈൻസ്റ്റ് എ പ്രിൻസിപ്പൾ. ഓക്കെ, ഇൻഫർമേഷൻസ് അഗൈൻസ്റ്റ് എ പ്രിൻസിപ്പൾ ഏജൻറ്റ് യൂസ് ചെയ്യുവാണെങ്കിൽ പ്രിൻസിപ്പൽ ക്യാൻ റെസ്ട്രെയിൻ ദ ഏജൻറ്റ് ബൈ ആൻ ഇൻജങ്ഷൻ ഫ്രം ദ കോർട്ട്. കോർട്ടിൽ നിന്ന് ഇൻജക്ഷൻ എടുത്തിട്ട് റെസ്ട്രെയിൻ ചെയ്യാം. ഡ്യൂട്ടി നോട്ട് ടു സെറ്റപ്പ് അഡ്വേഴ്സ് ടൈറ്റിൽ. എൻ്റേതാണെന്ന്, ഇത് ഞാനാണ് അതിൻ്റെ ഓണറെന്നും പറഞ്ഞ് ഒരു അഡ്വേഴ്സ് ടൈറ്റിൽ വെക്കാൻ ഏജൻറ്റ് സാധിക്കത്തില്ല. പിന്നെ ഡ്യൂട്ടി നോട്ട് ടു പുട്ട് ഹിംസെൽഫ് ഇൻ എ പൊസിഷൻ വേർ ദ ഇൻട്രസ്റ്റ് ആൻഡ് ദ ഡ്യൂട്ടി കോൺഫ്ലിക്റ്റ്. പേഴ്സണൽ ഇൻട്രസ്റ്റും ഡ്യൂട്ടിയും ടുവേർഡ്സ് എ പ്രിൻസിപ്പൾ, അത് തമ്മിൽ ഹി ഷുഡ് നോട്ട് പുട്ട് ഹിംസെൽഫ് in a position where his personal interest and duty towards his principal conflicts. അത് പേഴ്സണൽ ഡ്യൂട്ടിയും അവൻ്റെ മനസ്സിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും തമ്മിൽ കോൺഫ്ലിക്റ്റ് ആവുന്ന രീതിയിൽ ഒരിക്കലും അവർ ചെയ്യരുത്. ദെൻ ഡ്യൂട്ടി ടു പ്രൊട്ടക്റ്റ് ആൻഡ് പ്രിസർവ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ പ്രിൻസിപ്പൽ ഇൻ കേസ് ഓഫ് ഹിസ് ഡെത്ത് ഓർ ഇൻസോൾവൻസി, അങ്ങനെ വല്ലതും പറഞ്ഞ് റീസണബിൾ സ്റ്റെപ്സ് എടുക്കുക for the protection and preservation of interest which is entrusted to him. ഓക്കെ, ഒന്നെങ്കിൽ പ്രിൻസിപ്പൾ ഭ്രാന്തനായി പോവുക, അല്ലെങ്കിൽ മരിച്ചു പോവുക, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ റെപ്രസെൻറ്റേറ്റീവിനെ ഏൽപ്പിക്കുക. ഹൂ ഇസ് എ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ്. ഏജൻറ്റ് ക്യാൻ ആക്ട് ഓൺ ഹിസ് ബിഹാഫ് ഓഫ് ദ റെപ്രസെൻറ്റേറ്റീവ്, ബട്ട് റീസണബിൾ സ്റ്റെപ്സ് എടുക്കണം ആ ഇൻട്രസ്റ്റ് പ്രിസർവ് ചെയ്യാനായിട്ട്. പിന്നെന്താണ്, ഡ്യൂട്ടി നോട്ട് ടു ഡെലിഗേറ്റ് ദ അതോറിറ്റി. വേറൊരു വ്യക്തിക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ വിത്ത് ദ കൺസിഡറേഷൻ ഓഫ് പ്രിൻസിപ്പൾ ആയിരിക്കണം അങ്ങനെ ഡെലിഗേറ്റ് ചെയ്യുന്നത്. നൗ വാട്ട് ആർ ദ റൈറ്റ്സ് ഓഫ് എൻ ഏജൻറ്റ്? റൈറ്റ് ഓഫ് എ റീറ്റെയിനർ, അതായത് എനിക്ക് റെന്യൂമറേഷൻ കിട്ടുന്നത് വരെ എനിക്ക് പ്രിൻസിപ്പളിൻ്റെ മണി അല്ലെങ്കിൽ പിടിച്ചു വെക്കാം, അല്ലെങ്കിൽ എക്സ്പെൻസസ് എനിക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ. ഞാൻ റൈറ്റ് ടു റെന്യൂമറേഷൻ, ഞാൻ ചെയ്യുന്ന ജോലിക്ക് എനിക്ക് ഉറപ്പായിട്ടും റെന്യൂമറേഷൻ കിട്ടണമല്ലോ. ഓക്കെ, അങ്ങനെ. റൈറ്റ് ഓഫ് ലീൻ ഇസ്, എന്തെങ്കിലും ഗുഡ്സ് ഉണ്ടെങ്കിൽ എനിക്കത് പിടിച്ചു വെക്കാം. പർട്ടിക്കുലർ ലീൻ ഉണ്ട് ഒരു ഏജൻറ്റ്, unless until my expenses are paid. Okay, now right to be indemnified against consequences of lawful acts. ഇനി എന്തെങ്കിലും ഒരു ലോഫുൾ ആക്ട് പ്രകാരം, ഫോർ എക്സാമ്പിൾ എ അറ്റ് സിംഗപ്പൂർ അണ്ടർ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ബി ഓഫ് കൽക്കട്ട കോൺട്രാക്ട്സ് വിത്ത് to deliver certain goods. P does not send the goods to A and T sues A for breach of contract. A defends the suit and is compelled to pay the damages and cost and incurs the expenses and P is liable for A for such damages, cost and expenses. അതായത് പ്രിൻസിപ്പൾ പറഞ്ഞു ഞാൻ അയക്കുന്നില്ല, പ്രിൻസിപ്പളിന് വേണ്ടി ഏജൻറ്റ് പോയി സംസാരിച്ചെല്ലാം റെഡിയാക്കി നാളെ ഞാൻ 1 ടൺ ഓയിൽ അങ്ങോട്ട് കയറ്റി വിട്ടേക്കാമെന്ന് പറഞ്ഞെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് പ്രിൻസിപ്പൾ കഴിഞ്ഞ് ഞാൻ തരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, മറ്റേ വ്യക്തി ഏജൻറ്റിനെതിരെ സ്യൂ ചെയ്യുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും അവർക്ക് എക്സ്പെൻസസും കാര്യങ്ങളും എല്ലാം കൊടുക്കണം. ബിക്കോസ് ഐ റെപ്യൂഡിയേറ്റഡ് ദ കോൺട്രാക്ട് എന്ന് വന്നു കഴിഞ്ഞാൽ ആ എക്സ്പെൻസസ് എനിക്ക് പ്രിൻസിപ്പളിൽ നിന്നും ഈടാക്കാൻ സാധിക്കും. റൈറ്റ് ടു ബി ഇൻഡെംനിഫൈഡ് അഗൈൻസ്റ്റ് ദ കോൺസിക്വൻസസ് ഓഫ് ആക്ട് ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത്. ഓക്കെ, when an agent acts in good faith, the employee is liable to indemnify the agent against the consequences of the act, even though the act causes injury to the rights of the third persons. Okay, the right to indemnity does not extend to criminal acts of the agent, but ജെന്യുവൻ ആയിട്ടുള്ള ഗുഡ് ഫെയ്ത്തിൽ അയാൾ ആക്ട് ചെയ്യുമ്പം കുറച്ച് കാര്യങ്ങൾ കോൺസിക്വൻസസ് ഉണ്ടായാൽ അതെല്ലാം നേരിടുക. റൈറ്റ് ടു കോമ്പൻസേഷൻ. ഏജൻറ്റ് ഹാസ് എ റൈറ്റ് ടു ബി കോമ്പൻസേറ്റഡ് ഫോർ ഇഞ്ചുറീസ് സസ്റ്റെയിൻ ബൈ നെഗ്ലക്റ്റ് അല്ലെങ്കിൽ വോണ്ട് ഓഫ് സ്കിൽ ഓൺ ദ പാർട്ട് ഓഫ് ദ പ്രിൻസിപ്പൾ. ഇനി പ്രിൻസിപ്പളിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു തെറ്റുണ്ടായി എന്നുണ്ടെങ്കിൽ ഏജൻറ്റിന് അത് റൈറ്റ് ടു കോമ്പൻസേഷൻ ഉണ്ട്. ഇപ്പം സ്കാൽപ്പ് ഫോൾഡിങ് എല്ലാം ഈ ബിൽഡിങ് പണിയുമ്പോഴത്തേനകത്തേൽ അത് പെയിൻ്റ് അടിക്കാൻ വേണ്ടി അവിടെ മുളയും കൊണ്ടെല്ലാം കെട്ടി വെച്ചിരിക്കുന്ന സ്കാൽപ്പ് ഫോൾഡിങ് വളരെ മോശമായിട്ട് പണിഞ്ഞു വെച്ചിരിക്കുന്ന അവിടെ കയറി നിന്നവൻ തലയും കുത്തി വീഴുമ്പോൾ ഈ കോൺട്രാക്ടറിനെതിരെ സ്യൂ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? കോൺട്രാക്ടറിന് കോമ്പൻസേഷൻ ഈ പ്രിൻസിപ്പളിൽ നിന്നും ചോദിക്കാം. ഡ്യൂട്ടീസ് ഓഫ് ദ പ്രിൻസിപ്പൾ എന്തൊക്കെയാണ്? പ്രിൻസിപ്പളിന് കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട്. ടു ഇൻഡെംനിഫൈ ദി ഏജൻറ്റ്, എന്തെങ്കിലും കോൺസിക്വൻസസ് ഉണ്ടായി ലോഫുൾ ആക്ടിൽ നിന്നും അതെല്ലാം ഇൻഡെംനിഫൈ ചെയ്യാം. റൈറ്റ് ടു ബി ഇൻഡെംനിഫൈഡ് അഗൈൻസ്റ്റ് കോൺസിക്വൻസസ് ഓഫ് ആക്ട് ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത് ചെയ്തതെല്ലാം കോമ്പൻസേറ്റ് ചെയ്യുക. റൈറ്റ് ടു കോമ്പൻസേഷൻ. ഓക്കെ, ഏജൻറ്റ് ഹാസ് എ റൈറ്റ് ടു ബി കോമ്പൻസേറ്റഡ് ഫോർ ഇഞ്ചുറീസ് സസ്റ്റെയിൻ ബൈ ഹിം, ദെൻ പേ ദ റെന്യൂമറേഷൻ ടു ദ ഏജൻറ്റ്. ഇതെല്ലാമാണ് ഡ്യൂട്ടീസ് ഓഫ് ദ പ്രിൻസിപ്പൾ. ഇനി റൈറ്റ് എന്തൊക്കെയാണ്? എന്തെങ്കിലും ഡാമേജസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യാം. ഡിമാൻഡ് അക്കൗണ്ട് അല്ലെങ്കിൽ ടു ക്ലെയിം സീക്രട്ട് പ്രോപ്പർട്ടീസ് എന്തെങ്കിലും മേക്ക് ചെയ്താൽ അത് ചോദിക്കാം.
പിന്നെ ഏജൻസ് റൈറ്റ് to resist agents' claim for indemnity. If the agent has entered into a contract with a third party in his own account ആണെങ്കിൽ ഓക്കെ, അവൻ്റെ സ്വന്തം പേരിൽ അവനൊരു ഞാനാണ് എൻ്റെ വകയാണ് എന്നും പറഞ്ഞ് എൻ്റർ ചെയ്യുവാണെങ്കിൽ he can resist, is the right to resist. Now delegation of authority by an agent. ചില കാര്യങ്ങളിൽ ഏജൻറ്റ് ആ സ്കില്ല് കാണുകയില്ലായിരിക്കാം. അപ്പോൾ ഫോർ എക്സെപ്ഷണൽ സിറ്റുവേഷൻസ് മേ ബി അവിടെ ഒരു എക്സ്പെർട്ടൈസ്ഡ് സ്കില്ലുള്ള ഒരു ഏജൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഏജൻറ്റ് സബ് ഏജൻറ്റിനെ വെക്കാം. ഓക്കെ, സ്കിൽ അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഏജൻറ്റ് വന്നിട്ട് ഒരു ലോയറിൻ്റെ ആവശ്യം, ഒരു ലീഗൽ ആവശ്യം അവിടെ ഉള്ളപ്പോൾ ഒരു ലോയറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. ഓക്കെ, a person to whom the authority has been given cannot delegate that authority to another എന്ന് പറയുന്നുണ്ട്. ഡെലിഗേറ്റ്സ് നോൺ പൊട്ടസ് ഡെലിഗ്രേ എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നിരിക്കുന്ന അതോറിറ്റി വേറൊരു വ്യക്തിക്കേക്ക് ഞാൻ കൊടുക്കരുത്. പക്ഷേ കൊടുക്കാം. എപ്പോഴാണ്? വിത്ത് ദ ലോഫുള്ളി ഹി ക്യാൻ ലോഫുള്ളി cannot lawfully employ another to perform the act. പക്ഷേ എന്താ പറയുന്നത്, ഫോർ എക്സെപ്ഷണൽ സിറ്റുവേഷൻസ് ഹീ ക്യാൻ അപ്പോയിൻറ്റ് അനദർ ഏജൻറ്റ്. ഇങ്ങനത്തെ കാര്യത്തിൽ ഒരു എക്സ്പേർട്ട് അവിടെ വേണം, ഒരു എക്സ്പെർട്ടൈസ്ഡ് അതിൽ തന്നെ പ്രാഗൽഭ്യമുള്ള ഒരു വ്യക്തി വേണമെന്നുണ്ടെങ്കിൽ ഒരു സബ് ഏജൻറ്റിന് കൊടുക്കും. ഇനി സബ് ഏജൻറ്റ് ആരാണ്? ഹീ ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് എൻ ഒറിജിനൽ ഏജൻറ്റ്. സബ് ഏജൻറ്റ് ഇസ് എൻ ഏജൻറ്റ് വിച്ച് ഇസ് അപ്പോയിൻറ്റഡ് ആസ് എൻ ഏജൻറ്റ്, ഓക്കെ, ബൈ എൻ ഏജൻറ്റ്. ഓക്കെ, റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? സിമിലർ ടു പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ് പോലെ തന്നെയാണ് റിലേഷൻഷിപ്പ്. എക്സെപ്ഷണൽ എന്തൊക്കെയാണ്? എക്സെപ്ഷൻസ് ടു ജനറൽ റൂൾ. ഡെലിഗേറ്റേഴ്സ് നോൺ പൊട്ടസ് ഡെലിഗ്രേ. എന്താണ് എന്ന് പറഞ്ഞാൽ, when one person is given an authority he is not supposed to delegate it to another person എന്ന് പറയുന്നതിൻ്റെ കുറച്ച് എക്സെപ്ഷൻസ് ആണ്. നമ്പർ 1, കസ്റ്റം ഓഫ് ട്രേഡ്. ചില കസ്റ്റം ഓഫ് ട്രേഡ് എപ്പോഴും ഇറ്റ് പെർമിറ്റ്സ് അപ്പോയിൻമെൻറ്റ് ഓഫ് സബ് ഏജൻറ്റ്. They can be valid appointment or sub-agent, okay, by the agent. Now, nature of agency. ആ ഏജൻസിയുടെ നേച്ചർ അതിനെ പ്രിഫർ ചെയ്യുന്നു അങ്ങനൊരു സബ് ഏജൻറ്റ് വേണം എന്നുള്ളത്. Okay, which means that in contract act itself there are exceptions. There are few more exceptions which is recognized by law based on case laws. പല കേസ് ലോസ് അനുസരിച്ച് ഈ മാതിരിയുള്ള ഏജൻസി കുറേ എണ്ണമുണ്ട്. Now, implied consent of the principal. If the principal is aware of the intention of the agent to appoint a sub-agent but does not object to it, it's okay. നിനക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ വെച്ച് വിറ്റോ എന്നുള്ള രീതിയിൽ പറയുവാണെങ്കിൽ. എമർജൻസി സിറ്റുവേഷൻസ് വരുവാണ്. ഇഫ് അൺഫോർസീൻ എമർജൻസീസ് അറൈസ് ഡിപ്പെൻഡിങ് ആൻ അപ്പോയിൻമെൻറ്റ് ഓഫ് എ സബ് ഏജൻറ്റ്. ഇപ്പോൾ ഏജൻറ്റ് നിൽക്കുന്ന കോഴഞ്ചേരി എന്ന സ്ഥലത്താണ് ഏജൻറ്റായ ഞാനിരിക്കുന്നതെങ്കിൽ ഇവിടെ ബന്ധായി അല്ലെ ഹർത്താൽ, ഇവിടെ ലോക്ക്ഡൗൺ ആണ്, എനിക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ഞാനൊരു സബ് ഏജൻറ്റിനെ വെച്ചിട്ട് കോട്ടയത്ത് കാര്യങ്ങളെല്ലാം നടത്തുന്നു. ദാറ്റ് ഈസ് ഇൻ കേസ് ഓഫ് ആൻ എമർജൻസി. നൗ മിനിസ്റ്റീരിയൽ ആക്ട്സ്, വെൻ ആൻ ആക്ട് ഇസ് ഡൺ ഇസ് പ്യൂർലി മിനിസ്റ്റീരിയൽ, ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് എനി കോൺഫിഡൻസ് ആൻഡ് റിക്വയർ എനി സ്കിൽ. ഓക്കെ, മിനിസ്റ്റീരിയൽ ആക്ട്സ് ആണ്. പിന്നെ എക്സ്പ്രസ് കൺസെൻറ്റ് ഓഫ് ദ പ്രിൻസിപ്പൾ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുള്ളപ്പോൾ സബ് ഏജൻറ്റിനെ നമുക്ക് അപ്പോയിൻറ്റ് ചെയ്യാം. നൗ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ സബ് ഏജൻറ്റ് ആൻഡ് എ പ്രിൻസിപ്പൾ എങ്ങനെയാണ്? വേർ an agent may appoint a sub-agent as listed below. Only if the sub-agent is appointment, in those situations it can be termed as a proper appointment. If an agent appoints a sub-agent in situations which does not cover any of the exceptions, ഈ പറഞ്ഞ എക്സെപ്ഷൻസിനകത്തൊന്നും കവർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് improper appointment. Okay, the legal relation between a principal and a sub-agent depends upon the question whether the appointment of a sub-agent is proper or improper. പ്രോപ്പർ ആണോ ഇംപ്രോപ്പർ ആണോ എന്നുള്ളതാണ് നമുക്കവിടെ അറിയേണ്ടത്. ഇപ്പം ഐ മെൻറ്റ് അബൌട്ട് ലോയർ. ഇപ്പോൾ ലോയർ ഒരു പർട്ടിക്കുലർ എക്സ്പെർട്ടൈസിലുള്ള വ്യക്തിയെ തന്നെ അതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ് കേട്ടോ, അല്ലെങ്കിൽ കോ ഏജൻറ്റ്. ദി അതർ തിങ്സ് ഇഫ് ദ ലോ റിക്വയേഴ്സ് അല്ലെങ്കിൽ എമർജൻസി അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ റിക്വയേഴ്സ് അങ്ങനെ ആണെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന സബ് ഏജൻറ്റിനെ നമ്മൾ വെക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ഏജൻറ്റാണ് ഞാൻ പറഞ്ഞത്. ഒരു പർട്ടിക്കുലർ ഇപ്പോൾ ഒരു സി എ വേണം, അക്കൗണ്ട്സ് ചെയ്യാൻ ഒരു സി എ വേണം, ഏജൻറ്റിന് അത് സാധിക്കത്തില്ല, അപ്പോൾ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റിനെ അവിടെ വെക്കുന്നു. അല്ലെങ്കിൽ ഒരു ലോയറുടെ കാര്യം ചെയ്യാൻ ലോയർ തന്നെ വേണം, അതുകൊണ്ട് ഒരു ലോയറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. അതാണ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റാണ്. ഏജൻറ്റ് ഒരാളെയും കൂടെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. നൗ where the sub-agent is properly appointed, where the sub-agent is not properly appointed, ഈ കാര്യങ്ങൾ നിങ്ങൾ വായിക്കുക, അത് വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള ഭാഗങ്ങളല്ല. ഡിഫറൻസ് ബിറ്റ്വീൻ സബ് ഏജൻറ്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ്. നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ് മനസ്സിലായല്ലോ. സബ് ഏജൻറ്റ് ഡസ് ഹിസ് വർക്ക് അണ്ടർ ദ കൺട്രോൾ ഓഫ്
role of agent, whereas a substituted agent എങ്ങനെയാണ്, he works for the instructions of the principal. പിന്നെ there is no privity of contract between the sub agent and the principal. In case of a substituted agent, there is a privity of, in case of a substituted agent ആണെങ്കിൽ there is a privity of contract between him and the principal. Okay, he acts on behalf of the principal എന്നുള്ള രീതിയിൽ തന്നെയാണ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻ്റെ കാര്യം വരുമ്പോൾ. മറ്റേതിനകത്ത് privity of contract ഇല്ല. Okay, agent is responsible to the principal for the acts of the sub-agent, but he is not liable for those of the substituted agent provided he has taken care of selecting him. Now, ബാക്കി കാര്യങ്ങൾ, termination of agency. ഇനി ഏതൊക്കെ കാര്യത്തിലാണ് ഏജൻറ്റ് പേഴ്സണലി ലയബിൾ? ഒന്നെന്ന് വെച്ചാൽ കോൺട്രാക്റ്റിൽ തന്നെ എക്സ്പ്രസ് ആയിട്ട് പറയുന്നുണ്ട് ഹീ വുഡ് ബി പേഴ്സണലി ലയബിൾ എന്ന് പറയുവാണെങ്കിൽ പുള്ളി. പിന്നെ പ്രിൻസിപ്പൾ നമ്മുടെ നാട്ടിലില്ല, പുറത്തുള്ള നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഫോറിൻ പ്രിൻസിപ്പൾ ആണെങ്കിൽ അങ്ങനെ. പിന്നെ പ്രിൻസിപ്പളിനെ കുറിച്ച് ഒരു കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല, ആരാണ് ഏതാണ് പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഏജൻറ്റ് വിൽ ബി പേഴ്സണലി ലയബിൾ. പിന്നെ ചില പ്രിൻസിപ്പിളിനെ വി കനോട്ട്, അൺസൗണ്ട് മൈൻഡാണ് അല്ലെങ്കിൽ മൈനറാണ്, ഒരിക്കലും നമുക്ക് സ്യൂ ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഏജൻറ്റ് വിൽ ബി പേഴ്സണലി ലയബിൾ. പിന്നെ വേറെ ഏജൻറ്റ് സൈൻസ് കോൺട്രാക്ട് എൻ്റെ സ്വന്തം പേരിൽ തന്നെ ഞാൻ സൈൻ ചെയ്യുവാണെങ്കിൽ ഞാൻ തന്നെയായിരിക്കും അതിന് ലയബിൾ. പിന്നെ ഇപ്പം ഒരു എക്സിസ്റ്റ് ചെയ്യാതെ, ഇപ്പോൾ ഒരു പ്രൊമോട്ടർ ഒരു കോൺട്രാക്റ്റ് തുടങ്ങി എന്നുണ്ടെങ്കിൽ പ്രൊമോട്ടർ എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഓൺ ബിഹാഫ് ഓഫ് ദ കമ്പനി ആണെങ്കിൽ, അല്ലെങ്കിൽ കമ്പനി എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഫോർ എക്സാമ്പിൾ കമ്പനി എക്സിസ്റ്റ് ചെയ്യുന്നില്ല, പ്രൊമോട്ടറിനെതിരെ മാത്രമേ ലയബിൾ ആകത്തുള്ളൂ. വെൻ ദി ഏജൻറ്റ് എക്സീഡ്സ്, എനിക്കൊരു അതോറിറ്റി തന്നതിൽ നിന്ന് ഞാൻ എക്സീഡ് ചെയ്യുവാണെങ്കിൽ ഞാനായിരിക്കും ഹെൽഡ് ലയബിൾ. അല്ലെങ്കിൽ ഞാൻ കുറച്ച് മിസ്റ്റേക്കോ ഫ്രോഡോ കാണിച്ച് മണി റിസീവ് ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ബി പേഴ്സണലി ലയബിൾ. ഇപ്പോൾ എൻ്റെ അതോറിറ്റി കപ്പിൾഡ് വിത്ത് എൻ്റെ കുറച്ച് ഇൻട്രസ്റ്റും കൂടെ അതിനകത്തുണ്ടെങ്കിൽ ഐ വിൽ ബി ഹെൽഡ് ലയബിൾ. ഇനി കസ്റ്റം യൂസേജ് ട്രേഡ് അനുസരിച്ച്, ഓക്കെ, എൻ്റെ അതങ്ങനെയാണ്, ഏജൻറ്റ് വിൽ ബി പേഴ്സണൽ ലയബിൾ ആണെങ്കിൽ അങ്ങനെ. ഇനി ഏതൊക്കെ രീതിയാണ് ടെർമിനേഷൻ ഓഫ് ഏജൻസി നടക്കുന്നത്? ഒന്ന് ബൈ എഗ്രിമെൻറ്റ്, മ്യൂച്വൽ കൺസേൺ ഓഫ് പാർട്ടീസ് വക എഗ്രിമെൻറ്റ് വെച്ചിട്ട് ടെർമിനേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ റിവോക്കേഷൻ ബൈ ദ പ്രിൻസിപ്പൽ, അതായത് വെൻ ഹി ഈസ് എക്സീഡിങ് ഹിസ് അതോറിറ്റി അല്ലെങ്കിൽ ഓൺലി പാർട്ട്ലി ഹി ഹാസ് എക്സസൈസ്ഡ് ഹിസ് അതോറിറ്റി എന്നുണ്ടെങ്കിൽ ഏജൻറ്റ് ക്യാൻ ബി റിവോക്ഡ്. ഓക്കെ, ദി അതോറിറ്റി ഓഫ് ദ ഏജൻറ്റ് കനോട്ട് ബി റിവോക്ഡ് ഇഫ്, രണ്ട് കാര്യങ്ങളുണ്ട്, സോറി, എന്താണ്, ഇഫ് ഹി ഹാസ് എക്സസൈസ്ഡ് അതോറിറ്റി അല്ലെങ്കിൽ പാർട്ട്ലി എക്സസൈസ്ഡ് അതോറിറ്റി ആണെങ്കിൽ ഒരിക്കലും റിവോക്ക് ചെയ്യാൻ സാധിക്കത്തില്ല ബൈ പ്രിൻസിപ്പൽ. പിന്നെ റിവോക്കേഷൻ ബൈ ഏജൻറ്റ് എങ്ങനെയാണ്? ഹി ഹാസ് ടു ഗീവ് റീസണബിൾ നോട്ടീസ്. അപ്പോൾ 3 തരത്തിലാണ്. ഒന്ന് എഗ്രിമെൻറ്റ് ബൈ മ്യൂച്വൽ കൺസെൻറ്റ്, അല്ലെങ്കിൽ റിവോക്കേഷൻ ബൈ പ്രിൻസിപ്പൾ, ഹി ഹാസ് ദ അതോറിറ്റി റൈറ്റ് ടു ടെർമിനേറ്റ് ദി അതോറിറ്റി. പക്ഷേ രണ്ട് കാര്യങ്ങൾ, ഈ ഏജൻറ്റ് എക്സസൈസ്ഡ് പവർ അല്ലെ പാർട്ടി എക്സസൈസ്ഡ് പവർ ആണെങ്കിൽ അത് ചെയ്യാൻ പ്രിൻസിപ്പളിന് സാധിക്കില്ല. പിന്നെ റിവോക്കേഷൻ ബൈ ഏജൻറ്റ് എന്ന് പറയുമ്പോൾ റീസണബിൾ നോട്ടീസ് കൊടുത്തേച്ച് ഇറങ്ങിപ്പോകാം. നോ, ഓപ്പറേഷൻ ഓഫ് ലോ ഏതൊക്കെ രീതിയിലാണ്? പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് തീർന്നു പോയി, ഓക്കെ, ഇറ്റ് കംസ് ടു ആൻ എൻഡ്, അല്ലെങ്കിൽ എക്സ്പയറി ടൈം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ പീരിയഡ് ലാപ്സസ്, അല്ലെങ്കിൽ പ്രിൻസിപ്പൾ മരിച്ചു പോവുക, പ്രിൻസിപ്പളിന് ഭ്രാന്തായി പോവുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പ്രിൻസിപ്പൾ ഇൻസോൾവൻ്റ് ആയി പോവുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഈ ഏജൻറ്റ് ഇടപെട്ടിരിക്കുന്ന ഒരു വീട് വിൽക്കാനാണെങ്കിൽ സബ്ജക്റ്റ് മാറ്റർ തന്നെ, വീട് തന്നെ കത്തിപ്പോയി എന്നുണ്ടെങ്കിൽ ദെൻ പ്രിൻസിപ്പൾ ബിക്കംസ് ആൻ ഏലിയൻ എനിമി ആണെങ്കിൽ അങ്ങനെ. ദെൻ ഡിസൊല്യൂഷൻ ഓഫ് എ കമ്പനി ആണെങ്കിൽ കമ്പനി നിലവിലില്ലെങ്കിൽ പിന്നെ പ്രിൻസിപ്പളും ഏജൻറ്റേയും കാര്യങ്ങളൊന്നും നടക്കില്ല. നോ, ടെർമിനേഷൻ ഓഫ് സബ് ഏജൻസ് ആണെങ്കിൽ ദ അതോറിറ്റി ഓഫ് എൻ ഏജൻറ്റ് ഇസ് ടെർമിനേറ്റഡ്, ദി ഓൾ സബ് ഏജൻസിൻ്റെ കാര്യങ്ങളും എല്ലാം ടെർമിനേറ്റ് ആയിപ്പോകും. ഇനി ഇർറിവോക്കബിൾ ഏജൻസി, ഓക്കെ, when the principal has got an authority to terminate the agency whenever he wishes. The reason for this is obvious. Okay, though the contract is entered into by the agent, finally it is going to be binding on the principal. Therefore, only if the principal is satisfied with the performance of the agency may be continued. However, there are exceptional situations where the agency cannot be unilaterally terminated by the principal. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഏജൻസി when it is coupled with the interest ആണെങ്കിൽ, agency has incurred any personal liability incur ചെയ്തെങ്കിൽ, the agent has partly exercised his authority എന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുമ്പോഴത്തേന് ഒരിക്കലും റിവോക്ക് ചെയ്യാൻ സാധിക്കത്തില്ല ഏജൻസി. ദാറ്റ് ഇസ് കോൾഡ് ഇർറിവോക്കബിൾ ഏജൻസി. പ്രിൻസിപ്പളിനെ എപ്പം വേണമെങ്കിലും ഏജൻറ്റിനെ ടെർമിനേറ്റ് ചെയ്യാം, പക്ഷേ ടെർമിനേറ്റ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. when his act is coupled with an interest, അല്ലെങ്കിൽ when he has incurred some personal liability, അല്ലെങ്കിൽ when he has partly exercised his അതോറിറ്റി, ഇങ്ങനെയൊക്കെ ഉള്ളപ്പം അത് റിവോക്കബിൾ ആകത്തില്ല. അപ്പം ഇതുകൊണ്ട് ഏജൻസി കഴിഞ്ഞു.